തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ വിജയത്തിന് പിന്നിലെ ശക്തി ഏതാണ്? കേരളത്തിലെ മറ്റു പല സ്ഥലത്തും ബി.ജെ.പിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നേട്ടമുണ്ടായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ബി.ജെ.പി വളരെ എടുത്തു പറയത്തക്ക ഒരു വിജയം കൈവരിച്ചു. അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഈ നേട്ടത്തിന്റെ പിറകിലാരാണ്? സ്വാഭാവികമായും ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വത്തിനും അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള 4 നിയോജകമണ്ഡലം കമ്മിറ്റികൾക്കുമാണ് ഇതിന്റെ ഒരു അവകാശവാദം പുറപ്പെടുവിക്കാൻ കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു വിജയത്തിന്റെ പിറകിലുള്ള ശക്തി RSS തന്നെയാണെന്ന് ഉറപ്പാണ്. കാരണം അത്രമാത്രം RSSന്റെ കേഡറുകളാണ്, RSS പ്രവർത്തകരാണ് ഇത്തവണ ഇലക്ഷന് വേണ്ടി സജീവമായി പ്രവർത്തന രംഗത്തിറങ്ങിയത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളത് തങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് RSS ഏറ്റെടുത്ത് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ബി.ജെ.പിക്ക് ഇത്ര വലിയ വിജയമുണ്ടായത്. ഒരു ഘട്ടത്തിൽ ബി.ജെ.പിക്ക് 25 സീറ്റ് ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരുന്നത്. പിന്നീട് അങ്ങോട്ട് വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടുകൂടി RSS അണികൾ ഇറങ്ങി പ്രവർത്തിച്ചത്. അവിടെ നിന്നാണ് അവർ വളരെ മുന്നോട്ട് പോയത്. പിന്നീട് അത് ഭൂരിപക്ഷത്തിനടുത്തെത്തും, 49 സീറ്റ് വരെ കിട്ടുമെന്ന നിലയിലായി. പിന്നീട് വീണ്ടും ഒരു അനുകൂലമായ തരംഗമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് RSS പറഞ്ഞത് അത് ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്, കഴിയും എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഇവിടെ തുടക്കം മുതൽ തന്നെ RSS വളരെ സജീവമായിട്ട് അത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ആ പ്രക്രിയ മുതൽ RSS വളരെ സജീവമായിട്ട് തിരുവനന്തപുരത്ത് രംഗത്ത് വന്നിരുന്നു. ഇത്തവണ ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കിയ CPM വളരെ കാര്യമായിട്ടാണ് ഇത്തവണ CPM പ്രവർത്തിച്ചത്. അവർ തുടക്കം മുതൽ തന്നെ അവർ ഏറ്റവും അധികം പ്രവർത്തിച്ചത് ഡീലിമിറ്റേഷന്റെ സമയത്താണ്. 100 വാർഡിനെ 101 വാർഡാക്കി മാറ്റിയത് തന്നെ ബി.ജെ.പിയുടെ വാർഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് തങ്ങൾക്ക് വിജയം നേടാനുള്ള ഒരു വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും, ഏറ്റവും അടുത്ത് കിടക്കുന്ന 3 വാർഡുകളാണ് കരമന, ആറന്നൂർ, അതുപോലെ തന്നെ നെടുങ്കാട്. അപ്പൊ നെടുങ്കാട് സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത വാർഡാണ്. കരമന ബി.ജെ.പിയുടെ വാർഡാണ്. ആറന്നൂറും ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയുന്ന വാർഡാണ്. പക്ഷെ ഇവിടെ ചെയ്തിരുന്നത് വെട്ടിമാറ്റുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ബൂത്തുകളെയൊക്കെ വെട്ടിമാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കരമനയിൽ ബി.ജെ.പിക്ക് 2000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അതായത് ബി.ജെ.പിയുടെ കേന്ദ്രങ്ങളെ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ബി.ജെ.പിക്ക് ഇല്ലാത്ത സ്ഥലങ്ങളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആറന്നൂരും നെടുങ്കാടും ബി.ജെ.പി എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ പറ്റുമെന്നാണ് CPM കരുതിയത്. പക്ഷെ എന്തുകൊണ്ടോ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ട് നെടുങ്കാട് അവർക്ക് ജയിച്ചു കയറാൻ പറ്റി. ആറന്നൂരിൽ പക്ഷേ ബി.ജെ.പി പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ രീതിയിൽ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളെ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും അങ്ങനെയുള്ളൊരു പുനഃസംഘടനയായിരുന്നു ഡീലിമിറ്റേഷൻ പ്രക്രിയയിൽ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് CPM നേതൃത്വം ജയിച്ചത്. കഴക്കൂട്ടത്ത് ബി.ജെ.പി തോൽക്കാൻ വേണ്ടി, ബി.ജെ.പി വളർന്നു വരുന്നു എന്നുള്ളതുകൊണ്ട് കഴക്കൂട്ടം വാർഡ് തോൽപ്പിക്കാൻ വേണ്ടിയാണ് കഴക്കൂട്ടം വാർഡിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളൊക്കെ CPM ശക്തി കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അങ്ങനെ അവർ ഒരു സൈനിക് സ്കൂൾ വാർഡ് തന്നെ രൂപീകരിച്ചു. ആ വാർഡിൽ തങ്ങൾക്ക് അമിതമായ ഒരു ആത്മവിശ്വാസമായിരുന്നു LDF-ന് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ആത്മവിശ്വാസം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ചന്തവള എന്ന് പറയുന്ന ആ വാർഡിൽ നിന്നുള്ള മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ അവർ തങ്ങളുടെ ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പം ചന്തവിള പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത്. പക്ഷെ അവിടെ ചന്തവിളയിൽ ബി.ജെ.പിയാണ് ജയിച്ചു കയറിയത്. 2 വോട്ടിന് അവിടെ ബി.ജെ.പി ജയിക്കുകയാണ് ചെയ്തത്. CPM പുതുതായി രൂപീകരിച്ച സൈനിക് സ്കൂൾ വാർഡും ബി.ജെ.പി പിടിച്ചെടുത്തു. അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തും വാർഡുകളെ വെട്ടിമുറിച്ചും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയുമാണ് CPM പ്രവർത്തിച്ചത്. അത്രയും കാര്യക്ഷമമായിട്ട് വാർഡ് വിഭജനം മുതൽ അവർ കാര്യക്ഷമമായി വർക്ക് ചെയ്തു. ചാലയിൽ CPM-ന്റെ പ്രമുഖനായ നേതാവ് സുന്ദർ, ആ സുന്ദറിനെ വിജയിപ്പിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലത്തൊക്കെ താമസം മാറ്റിയിരുന്ന ആളുകളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ട് അവർ പ്രചരണം നടത്തി, അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ടു. അത്രയും ആസൂത്രിതമായ രീതിയിലാണ് CPM പ്രവർത്തിച്ചത്. പക്ഷെ CPM-ന്റെ ഈ പ്രവർത്തനത്തെയൊക്കെ കടന്ന് ഓവർകം ചെയ്യുന്ന രീതിയിലായിരുന്നു RSS-ന്റെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനം. അപ്പൊ RSS നമുക്കറിയാം, ബീഹാറിലെ ഇലക്ഷനിൽ ബി.ജെ.പി വിജയിപ്പിച്ചതിന്റെ പിന്നിൽ RSS ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത്രയും സംഘടിതമായ പ്രവർത്തനം നടത്തിയിരുന്നു. ഇതേപോലെ തന്നെ ഓരോ വാർഡിലും ഓരോ ബൂത്തിലും ഡസൻ കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി വീട് വീടാന്തരം കയറി ഇറങ്ങി ഇടതുപക്ഷ സർക്കാരിന്റെ അവരുടെ ഇടതുപക്ഷത്തിലെ കോർപ്പറേഷൻ ഭരണത്തിന്റെ അഴിമതികളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ വികസനമില്ലായ്മയൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട്
എല്ലാ രീതിയിലും വോട്ടർമാരെ സ്വാധീനിക്കാനും നിരന്തരമായി അവരെ സമ്പർക്കം ചെയ്യാനും RSS പ്രവർത്തകർ തയ്യാറായി. ഒരുപക്ഷെ BJP സംഘടനാ ബലം കൊണ്ട് മാത്രം ഇത്രയൊരു തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അതിന്റെ പിറകിൽ RSSന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. അതേപോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ RSS അതിന്റെ സ്വാധീനം ചെലുത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലാണ് കൂടുതൽ ജയസാധ്യത, അതല്ലാതെ BJP മാത്രം ആലോചിക്കുന്ന സമയത്ത് BJPയിൽ സ്ഥാനത്തിന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ സ്ഥാനത്തിന് താല്പര്യത്തെക്കാൾ ഉപരി ജയിക്കാനുള്ള സാധ്യത ആർക്കാണ്? അങ്ങനെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് RSS വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചു. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നേരിയ ചില പാളിച്ചകൾ പറ്റിയത്. അതുകൊണ്ട് BJPക്ക് ചില സീറ്റുകൾ നഷ്ടപ്പെട്ടു. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ BJPയുടെ സംഖ്യ 55-ലെത്തുമായിരുന്നു എന്നാണ് RSSന്റെ അകത്തുനിന്നുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ജയം ചരിത്രപരമായ വിജയമാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിജയം, ദേശീയ തലത്തിൽ കേരളത്തിന്റെ BJPക്ക് ബാലികേറാമലയാണെന്നുള്ളൊരു ധാരണ മാറ്റി കേരളത്തിലും BJP കടന്നു കയറുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റിയ വിജയം. ആ വിജയത്തിന്റെ പിറകിൽ, ആ തിരുവനന്തപുരത്തെ വിജയത്തിന്റെ പിറകിൽ RSS എന്ന സംഘടനയുടെ പൂർണ്ണമായ സഹകരണം, അവരുടെ പൂർണ്ണമായ മെഷീനറി പൂർണ്ണമായി വർക്ക് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം.